ഇന്ന് ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത്. ഇത്തിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം എന്താണെന്നറിയോ, 4 ദിവസമായിട്ട് കഴുകിയിട്ടിരിക്കുന്ന ഈ നൈറ്റ് ഉടുപ്പില്ലേ വീട്ടിലിടുന്നത്, പിഴിഞ്ഞു കൊണ്ട് ഇട്ട പോലെ തന്നെ കിടക്കുക. ഒന്ന് ഉണങ്ങി കിട്ടണമല്ലോ. അപ്പോൾ ഇങ്ങനെയാവാന്ന് വിചാരിച്ചു. എന്തൊരു മഴയല്ലേ, സഹിക്കാൻ പറ്റാത്ത മഴ ആയി മാറിയിട്ടുണ്ട്. ഇത്ര പാടില്ല. അയ്യോ, എന്തൊരു മഴയാ. ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ, ഞാനൊക്കെ കുഞ്ഞായിരിക്കണ സമയത്ത് വീട്ടിലെ വെളിച്ചെണ്ണ വാങ്ങും. 50 ഗ്രാം, 100, 150, 200, 250. അത് അത് കഴിഞ്ഞിട്ട് അങ്ങടില്ല. 300, 350, 400, 500 അതൊന്നുമില്ല. 50, 100, 150, 200, മാക്സിമം വല്ല വിശേഷ ദിവസങ്ങളാണെങ്കിൽ, ഓണം, വിഷു അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളാണെങ്കിൽ 250. അന്ന് കുളിക്കാനൊക്കെ പോകുമ്പോൾ അടിപൊളിയാണ്. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയൊക്കെ തന്നോടും, വെളിച്ചെണ്ണയൊക്കെ തേച്ച് ആഘോഷമായിട്ടുള്ള കുളിയായിരിക്കും ഈ വിശേഷ ദിവസങ്ങൾക്ക്. അന്ന് വെളിച്ചെണ്ണ കൂടുതൽ വാങ്ങും. പപ്പടം കാച്ചണം, കറികൾക്കൊക്കെ ചേർക്കണം, പിന്നെ പറഞ്ഞ പോലെ കുളിക്കണം, അങ്ങനെ. പക്ഷേ ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങളൊന്നും അന്നില്ല. ഈ മായം എന്നൊക്കെ പറഞ്ഞ കാര്യം, മായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ ഓർത്തത്. എന്താണെന്നറിയോ, അന്നൊക്കെ ഈ കുപ്പിക്കകത്താണ് വെളിച്ചെണ്ണ വാങ്ങണത്. എങ്ങാനും ആ കുപ്പിയുടെ അടപ്പൊന്ന് ഒരു ലേശം ഒന്ന് തുറന്നിരുന്ന് ഉറുമ്പുകൾക്ക് അതിൻ്റെ അകത്തേക്കൊന്ന് കടക്കാൻ പറ്റിയത് സത്യമാണെങ്കിൽ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെളിച്ചെണ്ണ കുപ്പിക്കകത്ത് ഉറുമ്പ് നിറഞ്ഞു. ചില ദിവസങ്ങളിൽ നേരം വെളുക്കുമ്പോൾ വെളിച്ചെണ്ണ കുപ്പി എങ്ങാനും കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, നിറച്ചുറുമ്പ് ഇങ്ങനെ ചത്തിങ്ങനെ ഇങ്ങനെ കനത്തിന് കിടക്കണ്ടാവും. അടിയിലൊരിത്തിരി വെളിച്ചെണ്ണ. ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളല്ലേ, അങ്ങനെ ശ്രദ്ധിക്കില്ല. അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടിയും കിട്ടും. കാരണം ഇത്തിരി വാങ്ങുന്ന സാധനമാണ്, അതിന് കണക്കുണ്ട്. ആ സാധനമാണ് നമ്മൾ മര്യാദയ്ക്ക് അടയ്ക്കാണ്ട് ഉറുമ്പുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത്, ഉറുമ്പ് നല്ല കനത്തിലുണ്ടാവും വെളിച്ചെണ്ണ കുപ്പിയിൽ. നല്ല കട്ടയ്ക്ക് ഉറുമ്പുകൾ ചത്ത് കിടക്കണ്ടാവും. അപ്പോൾ ആ വെളിച്ചെണ്ണ പോയി. ഇന്നത്തെ കാലത്തെ 50 ഗ്രാമല്ല, 1 ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ട് തുറന്നു വെച്ചാലും ഉറുമ്പുകൾ ആ ഭാഗത്തേക്ക് വരില്ല. ഉറുമ്പുകൾക്ക് വേണ്ട, അവരുടെ വയറ് നാശാക്കാനും അതൊന്നും അവർക്ക് പറ്റില്ല. അവർക്ക് കുറേ നാൾ കൂടി ജീവിച്ചിരിക്കണം. ഇന്നേ വെളിച്ചെണ്ണ കുപ്പിയിലേക്കൊന്നും ഉറുമ്പ് വരില്ല. എന്നാൽ വല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച എണ്ണ പലഹാരമൊന്നും വെച്ചാലൊന്നും ഉറുമ്പ് വരില്ല എന്നുകൊണ്ട് ഇല്ല. ഇപ്പോഴത്തെ എണ്ണയായിട്ട് ഉറുമ്പുകൾക്ക് യാതൊരു സമ്പർക്കവും ഇല്ല. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ കഴിക്കുന്ന ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സംഭവം എല്ലാം മായമാണ്, എല്ലാം മായം. ഇതിൽ നിന്നൊക്കെ എന്നാ ഒരു മാറ്റം വരിക? സർവത്ര സാധനങ്ങളും മായം. 5 സെൻറ്റ് ഭൂമിയുള്ളവരോട് തെങ്ങ് വെച്ച് ഒടിപ്പിച്ച് തേങ്ങ ഇട്ട് അത് വെട്ടി ഉണക്കി കൊപ്പറയാക്കി ആട്ടിച്ച് വെളിച്ചെണ്ണ എടുക്കാൻ പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. എന്നാൽ നേരെ ഒരു മില്ലിൽ ചെന്നാലോ, അവിടെയും നമ്മൾ കൊണ്ടുപോകുന്ന ഈ കൊപ്പറയൊന്നും ആട്ടിയ എണ്ണയും നമുക്ക് തരില്ല. അതൊക്കെ ആട്ടി അവരെടുക്കും, വേറെ പാത്രത്തിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും വെളിച്ചെണ്ണ. അതാണ് ആവശ്യക്കാർക്ക് ഊറ്റി കൊടുക്കുന്നത്. അവിടെയും മായം തന്നെ. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില എത്രയാണ്? 400, 450, 500. തേങ്ങയുടെ വിലയോ? എങ്ങനെ മനുഷ്യൻ ജീവിക്കും? ഒന്നാമത് മായമാണ്. എന്നാലും അത് കിട്ടിയാലെങ്കിലും. ഞാൻ എൻ്റെ മോളോട് ഇന്നലെ ഇത്തിരി 1/2 കിലോ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞേ. അവളെനിക്ക് ക്രിക്കറ്റ് താരം അടിപൊളിയെന്നൊക്കെ പറഞ്ഞേക്കുന്ന
ഒരു പാക്കറ്റ് 1 കിലോയുടെയാണ് സൺഫ്ലവർ ഓയിൽ. ഇതിൽ നിന്നും ഞാനൊന്ന് കറി കാച്ചി. അതുകൊണ്ട് അപ്പം തൊട്ട് തുടങ്ങി വയറ് വേദന പൊടപൊടപൊടന്നെ പൊട്ടുക. നാളത്തേക്ക് എന്താക്കുമെന്ന് അറിയത്തില്ല. അമ്മ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്, ഞാൻ വെളിച്ചെണ്ണ വാങ്ങിച്ചില്ല, അതാ ഇത് ഉപയോഗിച്ച് നോക്കും, ഇത് നല്ലതാണ്. എങ്ങനെയുണ്ട്? വാങ്ങിക്കൊണ്ട് തന്നു, ഇനി അത് ഉപയോഗിക്കാണ്ട് പറ്റുമോ? പക്ഷേ നമുക്ക് പറ്റില്ല എന്ന് വെച്ചാൽ മാറ്റും, അത് വേറെ കാര്യം. ഈ മായം ചേർന്ന വെളിച്ചെണ്ണ അതങ്ങോട്ട് ശീലമായിപ്പോയി. വളർന്നു വരുന്ന യുവതലമുറയെ നിങ്ങളൊക്കെ ഇതൊന്ന് കാണും. എന്നിട്ട് ബുദ്ധി ഒന്ന് തലമണ്ടയൊന്ന് വർക്ക് ചെയ്തിട്ട് നമ്മുടെ നാടിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ എന്താ വഴി എന്നൊന്ന് ചിന്തിക്കൂ. ഈ മായം കലർത്തുന്ന കമ്പനികളൊക്കെ ഒന്ന് അടച്ചു പൂട്ടാനും നമുക്ക് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെങ്കിലും, ഞങ്ങൾക്കൊക്കെയോ പ്രായം കൊഴിഞ്ഞു, പല്ലൊക്കെ കൊഴിഞ്ഞ സിംഹം സിംഹി ഒക്കെ ആയി മാറി. ഇനി വളർന്നു വരുന്ന കുട്ടികളോടെങ്കിലും ഞാൻ പറയാം, നിങ്ങളെങ്കിലും ഇതേപോലത്തെ അതിക്രമങ്ങളൊന്നും കാണിക്കാണ്ട്, അവർ ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോട്ടെ, അവരെ വഴിക്ക് വിടും. പക്ഷെ നിങ്ങളെങ്കിലും സത്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാതെ നല്ലൊരു നാടിനെ പടുത്തുയർത്തുവാൻ സന്മനസ് കാണിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുക. എന്തിലും ഏതിലും മായം, ഒരു വിശ്വാസമില്ലായ്മയാണ് എല്ലായിടത്തും. ബിസിനസ്, കച്ചവടം, അവനവൻ്റെ പോക്കറ്റ് നിറയണം, അവനവൻ്റെ കുടുംബം ഭദ്രമാവണം. ഇതിനൊരു മാറ്റം വളരെ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.